കേരളത്തിലെ 12 ജില്ലകളിലാണ് നമുക്ക് ജില്ലാ കമ്മിറ്റിയും അതിനോടനുബന്ധിച്ചുള്ള സബ്സിഡറി കമ്മിറ്റിയും ചെറിയ തോതിൽ ആയിട്ടുള്ളൂ. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ ജില്ലാ കോർഡിനേറ്റർമാരെ വെക്കാതെ നിയോജക മണ്ഡലം കോർഡിനേറ്റർമാരെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കണ്ണൂരും. ഈ ജില്ലകൾ മാറ്റി നിർത്താനുണ്ടായ കാരണം, ചീഫ് കോർഡിനേറ്റർ വെക്കാതെ മുന്നോട്ട് പോകാനുണ്ടായ കാരണം, നമ്മൾ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വ്യത്യസ്ത പാർട്ടികളിൽ നിന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ കോട്ടയം, പത്തനംതിട്ട ജില്ലയൊക്കെ നമ്മൾ പെൻഡിങ് വെച്ചിരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ആരംഭിച്ചത് മുതൽ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രസിഡന്റായ സജിയുമായി അവരുടെ നേതാക്കന്മാരുമായും തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖലയിലെ കർഷകരെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് സജി മഞ്ഞക്കടവിന്റെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ്. AITC-യുമായി ബഹുമാനപ്പെട്ട മമതാ ബാനർജിയുമായി ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഞാൻ ആവശ്യപ്പെട്ട വിഷയം അന്ന് തന്നെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതായിരുന്നു. വന്യജീവിയുമായി ബന്ധപ്പെട്ട് 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ അമെൻമെന്റ് വരുത്തണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം. പാർലമെന്റാണ് ആ വിഷയത്തിൽ സജീവമായി ഇടപെടേണ്ടത്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോഴും ആറളം ഫാമിൽ സമരം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സണ്ണി MLA ഏകദിന ഉപവാസത്തിലാണ്. തലശ്ശേരി പിതാവ് ആദരണീയനായ പാംപ്ലാനി തിരുമേനിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 3 ദിവസം മുമ്പാണ് അവസാനമായി ആറളത്ത് 2 പേരെ ആന ചവിട്ടിക്കൊന്നത്. ഈ മാസം തന്നെ ഇന്ന് 26-ാം തീയതിയിലേക്ക് കടക്കുമ്പോൾ 2005-20 പിറന്നതിന് ശേഷം 16ഓളം ആളുകളാണ് വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയമാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ മുമ്പിൽ ആദ്യമായി ഞാൻ വെച്ചതും ഇതിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് എടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ആ റിക്വസ്റ്റ് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു നിലയിലാണ് കർഷകർ നേരിടുന്ന വിഷയങ്ങൾ. മറ്റൊരു പ്രധാന വിഷയം നമുക്കറിയാം, റബ്ബറാണ്. റബ്ബർ കൃഷി ഇന്ന് നാട്ടിൽ ആകെ ബാക്കിയായി നിൽക്കുന്ന ആളുകൾ, പിടിച്ചു നിൽക്കുന്ന കർഷകരുടെ എണ്ണത്തിൽ റബ്ബർ കർഷകർ മാത്രമാണ് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റുന്നത്. ആ കർഷകരെ സംബന്ധിച്ച് വില വർധനവ് എത്രയോ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്തർദേശീയ മാർക്കറ്റുകളിൽ നിന്ന് ലക്കും ലഗാനുമില്ലാതെ ഇന്ത്യയിലേക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതാണ് ഈ റബ്ബർ വിലയിടിവിന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ളത്. ആ വിഷയത്തിലും തൃണമൂൽ കോൺഗ്രസിന്റെ ഇടപെടൽ ലോക്സഭയിലും രാജ്യസഭയിലും ഉറപ്പുവരുത്തി അതിനുശേഷമാണ് ആ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ച് ഞാൻ തിരിച്ചു വരുന്നത്. സ്വാഭാവികമായും ആ കാഴ്ചപ്പാടിലാണ് സജി മഞ്ഞക്കടമ്പനുമായി ഈ വിഷയങ്ങൾ സംസാരിക്കുകയും AITC-യുടെ ദേശീയ നേതൃത്വവുമായി സജിയെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ശക്തമായ നിലപാട് AITC ആ വിഷയത്തിൽ എടുക്കുകയും ചെയ്യും എന്നവർ ഉറപ്പ് നൽകിയത്. അതുതന്നെ മിനിയാന്ന് മഞ്ചേരിയിൽ നടന്ന സംസ്ഥാന ഡെലിഗേറ്റ് മീറ്റ്സിൽ ഡെറിക് ഒബ്രിയാനും അതുപോലെ തന്നെ മഹബൂബ മൈത്രയും വളരെ വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന, കേരളം നേരിടുന്ന കർഷകരുടെ വിഷയങ്ങൾ, വന്യജീവികളുടെ വിഷയങ്ങൾ അത് സജീവമാക്കി മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സജി മഞ്ഞക്കടമ്പിലും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സംസ്ഥാനത്തെ 14 ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും പ്രവർത്തകരും ഒരുമിച്ച്
AITC-യിൽ തൃണമൂലിൽ ചേർന്ന് സംയുക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അതിന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് പത്രമാധ്യമ പ്രവർത്തകരെ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്നത് സജി മഞ്ഞക്കടമ്പിന് പുറമെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാനാണ് സജി മഞ്ഞക്കടമ്പ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. പിന്നീട് വർക്കിംഗ് ചെയർമാനാണ് ഡോക്ടർ ദിനേശ് കർത്ത. അതുപോലെ തന്നെ പ്രൊഫസർ ബാലുജി വെള്ളിത്തര, വൈസ് ചെയർമാൻ ലൗജിൻ, കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ, മോഹൻദാസ് അമ്പലാത്തിൽ തുടങ്ങിയ നേതാക്കളാണ്. മറ്റു നേതാക്കളും നിങ്ങൾക്ക് കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുമിച്ചുള്ള ഒരു പത്രസമ്മേളനമാണ്. ഇതിനോടൊപ്പം എന്റെ പുറകിലിരിക്കുന്നത് നിങ്ങൾക്കറിയാം, തൃണമൂൽ കോൺഗ്രസിന്റെ ചീഫ് കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് മോഹൻദാസും ഹംസ പറക്കാട്ടും, അഡ്വക്കേറ്റ് മനോജ് കുമാർ, എന്താ പറഞ്ഞു, സോറി അഡ്വക്കേറ്റ് മനോജ് കുമാർ പറഞ്ഞത് ആദ്യമായിട്ട് തെറ്റിയാണ്, മറ്റു ഭാരവാഹികളുമാണ്. അപ്പോ മറ്റുള്ള കാര്യങ്ങൾ വിശദമായിട്ട് സജി നിങ്ങളോട് വിശദീകരിക്കും. നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം വിശദീകരിക്കേണ്ടതില്ല. ഇപ്പോൾ ഈ പറയുന്ന വന്യമൃഗ ആക്രമണത്തോടൊപ്പം നടക്കുന്ന ഏറ്റവും വലിയ കൊലയാണ് മയക്കുമരുന്ന്. കഴിഞ്ഞ 1-2 മാസങ്ങളിലുണ്ടായ കൊലപാതകങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ അനിയനെയും കുടുംബത്തെയും വല്യുമ്മാനെയും ഉമ്മാനെയും കൊല ചെയ്യാനുള്ള മരണത്തിന്റെ ഘട്ടത്തിലേക്ക് 5 പേരെ നമുക്ക് ആർക്കും ചിന്തിക്കാനോ കണക്കാക്കാനോ കഴിയാത്ത വിധമുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്.